ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചോസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, അതുകൊണ്ടുള്ള കിഡിലും കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി. പിന്നെ നമ്മുടെ സാധാരണ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന എഗ്ഗ്, ഓവണ്, മൈദ, ബീറ്റർ അങ്ങനെ രണ്ട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. ആദ്യം തന്നെ ഞാൻ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങൻ്റെ നീരെടുത്താലും മതി. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ ആട്ടപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് ആട്ടപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനൊരു 3 പ്രാവശ്യം നമ്മുടെ പൊടികളൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊക്കെ കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം പഞ്ചസാര ഓയിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല ടൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലൂടെ എടുത്തിട്ട് അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. നല്ല ലൂസാകാൻ പാടില്ല, കുറച്ച് ടൈറ്റിൽ തന്നെ ഇരിക്കണം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇരിക്കില്ല, അതുപോലെ തന്നെ ഇരിക്കണം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1/2 കപ്പ് പാലും ഈ 1/2 കപ്പ് പാലും കൂടി കൂട്ടിയിട്ട് 1 കപ്പ് പാലാണ് എടുക്കേണ്ടത്. ഈ പാല് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടിച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം പാല് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഉണ്ടാവേണ്ടത്. ഞാൻ നമ്മുടെ കേക്ക് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് ഏത് പാത്രം എടുക്കുകയാണെങ്കിലും നല്ലപോലെ ഒന്ന് ഓയിൽ തടവി കൊടുക്കണം. ഇത് ഞാൻ ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ എല്ലാം അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ ഇത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ നീരാവി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 40-45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്ക് ഒന്ന് വെന്തുക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പൊക്കി നോക്കുന്നുണ്ട്. മുഴുവനായിട്ട് തുറന്ന് നോക്കരുത്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെക്കേണ്ടതുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കുക മെല്ലെ. അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കേക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കണം. എൻ്റെ കേക്ക് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കേക്ക് ഒരു ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടിവശമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഞാനിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഒരു 2-3 ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇത് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാലും മതി. ഇത് ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. ഞാനിത് വെർമസെൽസും കുറച്ച് കാഷ്യൂം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.